നമസ്കാരം. വെളുത്തുള്ളി ഇല്ലാത്തൊരു അടുക്കളയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല നമുക്ക്. കാരണം നമ്മുടെ എല്ലാ വിഭവങ്ങളിലും ഒരു പ്രധാനപ്പെട്ട ചേരുവ വെളുത്തുള്ളിയാണ്. ഭക്ഷണത്തിൻ്റെ സ്വാദ് തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു സവിശേഷത കൂടെയുണ്ട്. എന്നാൽ സ്വാദ് കൊടുക്കുക എന്നുള്ളൊരു ഗുണം മാത്രമാണോ ഉള്ളത്? അല്ല, മറ്റു പലവിധ സവിശേഷതകളുണ്ട്. വെളുത്തുള്ളിയിൽ വൈറ്റമിൻ സി, കെ, ഫോളേറ്റ്, സിങ്ക്, സെലീനിയം, നാരുകൾ, ഇരുമ്പ്, കോപ്പർ, പൊട്ടാസ്യം, കാൽസ്യം, ഫോസ്ഫറസ് ഇതെല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടനേകം വൈറ്റമിൻസും മിനറൽസും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒന്നാണ് നമ്മുടെ വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി തന്നെ നമുക്ക് പല കാര്യങ്ങൾക്ക്, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുമാത്രമല്ല, നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനും വെളുത്തുള്ളി ഏറെ കേമനാണ്. അപ്പോൾ ഇതിൽ ആരോഗ്യ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും തന്നെ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പലവിധ കാരണങ്ങൾ കൊണ്ട് ഉറക്കക്കുറവ് എന്നുള്ളത്. അങ്ങനെ ഉറക്കക്കുറവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ വെളുത്തുള്ളി സൂത്രം തന്നെ നമുക്ക് ആദ്യം പ്രയോഗിക്കാം. അതിൽ ഒരു 2 അല്ലി വെളുത്തുള്ളിയെ ആവശ്യമുള്ളൂ. കിടക്കുന്നതിന് മുൻപ് 2 അല്ലി വെളുത്തുള്ളി അല്പം പാലിൽ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്ന ലശൂന ക്ഷീരപ്പാകയെ കുറിച്ച് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ ഒരു ഗ്ലാസ് മിൽക്ക് കുടിക്കുകയാണെങ്കിൽ, ഗാർലിക് മിൽക്ക് വളരെ നല്ലതാണ്. ഉറക്കം വരുത്താൻ സഹായിക്കുന്ന ട്രിപ്റ്റോഫൻ അമൈനോ ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വെളുത്തുള്ളി ഏറെ ഇത്തരം കാര്യങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാവുന്ന ലൈംഗിക ശേഷിക്കുറവ് നികത്താൻ സഹായിക്കുന്നുണ്ട്. പുരുഷന്മാരിൽ ഉണ്ടാവുന്ന പ്രീമച്യൂർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ടൈമിംഗ് കുറവ് ഉണ്ടാവുന്ന ഒരവസ്ഥയിലോ അല്ലെങ്കിൽ സ്പേമിൻ്റെ കൗണ്ട് കുറയുക, മോട്ടിലിറ്റി കുറയുക എന്ന് തുടങ്ങിയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ വെളുത്തുള്ളി ഇതുപോലെ തേനിൽ അല്ലെങ്കിൽ തേനിലിട്ട് വെച്ച് കുതിർത്ത് വെച്ച് കഴിക്കുന്നതോ ഈ പറഞ്ഞ പോലെ ക്ഷീരപാക രീതിയിൽ പാലിൽ തിളപ്പിച്ച് കുടിക്കുന്നതോ ഏറെ ഗുണകരമാണ്. വയറിലെ അണുബാധ കുറയ്ക്കാനും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള വിഷമതകളൊക്കെ ഇല്ലാതാക്കാനൊക്കെ സഹായിക്കുന്ന വളരെ നല്ല ഒന്നാണ് ലശൂന അല്ലെങ്കിൽ വെളുത്തുള്ളി എന്നുള്ളത്. വെളുത്തുള്ളിയിൽ തന്നെ സൾഫർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് നമ്മുടെ അമിതമായിട്ടുണ്ടാവുന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ അധികമായിട്ടുള്ള രോഗികളിൽ വെളുത്തുള്ളി കഴിക്കുന്നത് ആ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും കൂടെ സഹായിക്കുന്ന ഒന്നാണ് വെളുത്തുള്ളി. വായ അടയ്ക്കാനും തുറക്കാനും പറ്റാത്തൊരവസ്ഥയുണ്ട്. ഹനുസ്തംഭം എന്നതിന് ആയുർവേദത്തിൽ പറയും. ഇതിന് വെളുത്തുള്ളിയും ഇന്ദുപ്പും നല്ലതുപോലെ അരച്ച് 1 ഗ്രാം വീതം 3 നേരം കഴിക്കുകയും അത് തന്നെ പുറമെ പുരട്ടുകയും ചെയ്താൽ ഇത് ശമിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ വയറുവേദന, വയറുപെരുക്കം, വായുക്ഷോഭം, വയറ്റിൽ വേദനയോടുകൂടി അവിടെ തന്നെ വീർത്ത് വരിക, അതായത് നമ്മൾ ഗുൽമം എന്ന് പറയും, എന്നിവയ്ക്ക് വെളുത്തുള്ളിയും അതുപോലെ ശതകുപ്പ, കായം ഇവ സമം ചേർത്ത് നല്ലതുപോലെ പൊടിച്ച് ഓരോ ഗ്രാമിലുള്ള ഗുളിക രൂപത്തിലാക്കിയിട്ട് ഓരോ ഗുളിക വീതം 3 നേരം ചൂടുവെള്ളത്തിൽ കഴിച്ചാൽ നന്നായിട്ട് ശമനം കിട്ടുന്നതായിട്ട് കാണാറുണ്ട്. അധികമായ മേധോവൃദ്ധിയിൽ 3 ഗ്രാം വെളുത്തുള്ളി ചതച്ച് 2 ഔൺസ് പാല് ചേർത്ത് പതിവായി കുടിക്കാം. അതായത് അമിതമായിട്ട് വയറും വണ്ണവും ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വയറിന് ചുറ്റും അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റാനൊക്കെ ഈ രീതിയിൽ വളരെ നല്ലതാണ്. അതുപോലെ ഉദരകൃമി, അതുമൂലം ഉണ്ടാകുന്ന വയറുവേദന, ദഹനക്കുറവ് ഈ അസുഖങ്ങൾക്കൊക്കെ തന്നെ വെളുത്തുള്ളി, വിഴാലരി, കാട്ടുജീരകം എന്നിവ സമമെടുത്ത് പൊടിച്ചിട്ട് 1 ഗ്രാം തൂക്കമുള്ള ഗുളിക, അതായത് നേരത്തെ പറഞ്ഞ പോലെയുള്ള ചെറിയ ചെറിയ ഗുളികകളാക്കിയിട്ട് ഒരു ഗുളിക 3 ദിവസം എന്ന രീതിയിൽ കണക്കാക്കി കഴിക്കാവുന്നതുമാണ്. അതുപോലെ ന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ് എന്നീ രോഗങ്ങൾക്ക് വെളുത്തുള്ളി നീരോ തൈലമോ കടുകെണ്ണയിൽ ചേർത്ത് പുറത്തു നെഞ്ചത്തൊക്കെ തേക്കുകയും വെളുത്തുള്ളി നീര് ഒരു 2 മില്ലി വീതം പാലിൽ ചേർത്ത് കഴിക്കുകയും ചെയ്താൽ കഫം ഇളകി പോകുന്നതും അതുപോലെ രോഗത്തിന് ശമനം കാണുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ ചെവി വേദനയ്ക്ക് 2 തുള്ളി വെളുത്തുള്ളി നീര് ചെവിയിൽ ഒഴിക്കുന്നത് നല്ലതാണ്. പിന്നെ വെളുത്തുള്ളിയും ജീരകവും 2 കഴഞ്ച് വീതം എടുത്ത് നെയ്യിൽ വറുത്ത് ഭക്ഷണത്തിന് തൊട്ട് മുൻപ് കഴിച്ചാൽ വയറ് വീർത്ത് വരുന്നത് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഗ്യാസിൻ്റെ, അതൊക്കെ ശമിക്കാൻ നല്ലതാണ്. പിന്നെ വാതരോഗമുള്ളവർ ഒരു 3 ഗ്രാം വെളുത്തുള്ളി ചതച്ച് 10 ഗ്രാം വെണ്ണയിൽ ചേർത്ത് ദിവസവും കഴിക്കുന്നതും നല്ലതാണ്. കാൽവിരലുകളുടെ ഇടയിലൊക്കെ ചൊറിച്ചിലുണ്ടാവാറുണ്ടല്ലോ, അത്തരം സന്ദർഭങ്ങളിലും അല്ലെങ്കിൽ വേദനയൊക്കെ അനുഭവപ്പെടുകയൊക്കെ ചെയ്താൽ തൊലി പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയിൽ നമുക്ക് വെളുത്തുള്ളി സമം മഞ്ഞളും ചേർത്ത് അരച്ച് ഒരാഴ്ച പുരട്ടിയാൽ നല്ല മാറ്റം കിട്ടും. പിന്നെ ലശൂനേരാണ്ടാതി തൈലം, അതുപോലെ ലശൂനാദി ഘൃതം, ഉള്ളി വെട്ടടുകാതി കഷായം ഇവയിലെ പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് വെളുത്തുള്ളി. അപ്പോൾ ആയുർവേദ യോഗങ്ങളിൽ തന്നെ വെളുത്തുള്ളി ഉപയോഗിച്ചിട്ടുള്ളത് ഒരുപാടേറെയുണ്ട്. വെളുത്തുള്ളി എന്നുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കുന്നത് വഴി ഇതിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ കാരണം സ്കിന്നൊക്കെ നല്ല യങ്ങായിട്ടിരുത്താനും
നിത്യ യൗവനം നിലനിർത്താനൊക്കെ സഹായിക്കുന്നുണ്ട്. അതിൽ തന്നെ തേൻ വെളുത്തുള്ളി എന്നുള്ളതും ഏറെ വിശേഷമാണ്. ഉള്ളി പാലിൽ ചേർത്തിട്ട് കഴിക്കുന്ന മുൻപ് പറഞ്ഞു. തേൻ വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഇത് പെട്ടെന്ന് പൂപ്പൽ ബാധയൊക്കെ വരാൻ സാധ്യതയുണ്ട്. തേനിലിട്ട് വെക്കുമ്പോൾ വളരെ സ്വാദിഷ്ടമാണ്, എന്നാൽ അതിലേറെ ഗുണകരമാണ്. പുരുഷന്മാരുടെ ഇത്തരം ലൈംഗിക പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വഴിയാണ് ഈ രണ്ട് രീതിയിൽ കഴിക്കുന്നത്. ഇത് പിന്നെ മറ്റൊരു ഗുണം കൂടെ, നമുക്ക് ഇത് പച്ചയ്ക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു രൂക്ഷഗന്ധം പലപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അത് മാറ്റാനും ഏറെ സ്വാദിഷ്ടമായ രീതിയിൽ ഇങ്ങനെ കഴിക്കാൻ പറ്റും. ഇത് തന്നെ ഒന്ന് നടുകെ കീറിയിട്ടുള്ള വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയൊക്കെ ഉണ്ടാവും, അതിനുള്ളിൽ ജലാംശം കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് പൂപ്പൽ വരും. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് തണലിൽ വെച്ചിട്ട് ഒരു ദിവസം ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ അതിൽ പൂപ്പൽ വരുന്നത് തടയാൻ പറ്റും. എങ്കിലും ഒരു 3 മാസമൊക്കെ തന്നെ ഇരിക്കുകയുള്ളൂ. കുറഞ്ഞ അളവിൽ ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിൽ അലിസിൻ എന്നുള്ള കോമ്പൗണ്ടാണ് നമുക്ക് ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങൾ തരുന്നത്. ദഹന പ്രശ്നങ്ങൾ, ആർത്തവ ക്രമക്കേട്, അസ്ഥികളുടെ അസ്ഥിരമായ പ്രവർത്തനങ്ങൾ, അതുപോലെ വിഷാദം എന്നുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് വെളുത്തുള്ളി ഉപയോഗിക്കാം. ഇതിൽ അലിസിൻ സംയുക്തം ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അധികമായി കഴിക്കുമ്പോൾ വിഷാംശത്തിന്റെ അളവ് കൂടുകയും കരളിന് തകരാർ സംഭവിക്കുകയും ചെയ്യുന്നു. പറഞ്ഞതുപോലെ 3 അല്ലി വെളുത്തുള്ളിയിൽ കൂടുതൽ കഴിക്കേണ്ടതില്ല. വെളുത്തുള്ളിയിലെ രാസവസ്തുക്കൾ വായ്നാറ്റത്തിന് കാരണമാകും. വെളുത്തുള്ളി അമിതമായി കഴിക്കുന്നത് ചൊറിച്ചിൽ, ചർമ്മത്തിലെ ചുണങ്ങ് തുടങ്ങിയ ചർമ്മ പ്രശ്നങ്ങൾക്കും കാരണമാകും. പച്ച വെളുത്തുള്ളി കഴിക്കുന്നത് തലവേദനയ്ക്ക് കാരണമാകും. കൂടാതെ മരുന്ന് കഴിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വെളുത്തുള്ളി കഴിക്കണതാണ് നല്ലത്. അപ്പം പറഞ്ഞു വന്നത്, ആഹാരമായാലും ഔഷധമായാലും മിതമായിട്ട് കഴിച്ചാൽ, അധികമായാൽ അമൃതും വിഷം എന്നതുപോലെ തന്നെ നിങ്ങൾ മിതമായി കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ ഈ വെളുത്തുള്ളിയിലെ സൾഫറായ അസോൺ ഒരു ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ഏജന്റായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന് ആൻറ്റി കൊയാഗുലൻ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട്, പക്ഷെ അമിതമായി കഴിച്ചാൽ ഇത് രക്തം കട്ട പിടിക്കുന്നത് തടയുകയും രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യും. ഏതെങ്കിലും രോഗത്തിന് ചികിത്സ തേടുന്നവർ ഇത് കഴിക്കേണ്ടതില്ല. പക്ഷേ ചെറിയ രീതിയിൽ കഴിച്ചാൽ, ഇതുപോലെ ചില സമയങ്ങളിൽ മലത്തിന് കൂടെ തന്നെ ബ്ലീഡിങ് ചെയ്യുന്ന അൾസർ രോഗികളിലൊക്കെ തന്നെ ഇത് പ്രയോഗിക്കാറുണ്ട്. പക്ഷേ ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ സ്ത്രീ ഹോർമോണായ ഈസ്ട്രജന്റെ ഉൽപാദനം കൂട്ടി എല്ലുകളുടെ നാശം തടയാനൊക്കെ വെളുത്തുള്ളി സഹായിക്കും. അതുപോലെ ആർത്തവ വിരാമം സംഭവിച്ച സ്ത്രീകളിലെ ഈസ്ട്രജൻ നില മെച്ചപ്പെടുത്തിയിട്ട് ഓസ്റ്റിയോപോറോസിസ് വരാനുള്ള സാധ്യത കുറയ്ക്കാനും എല്ലുകളുടെ സന്ധികളുടെയൊക്കെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സന്ധിവാതത്തെ പ്രതിരോധിക്കാനൊക്കെ നല്ലതാണ്. ഹെവി മെറ്റലുകൾ അവയവങ്ങളിൽ കേടുപാട് വരുത്തുന്നത് തടയാൻ ഇതിലെ അലിസിനും മറ്റ് സൾഫർ സംയുക്തങ്ങൾക്കും കഴിയുന്നുണ്ട്. അതുപോലെ വെളുത്തുള്ളി ധാരാളം കഴിക്കുന്നത് രക്തത്തിലെ ലെഡിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഉയർന്ന രക്തസമ്മർദ്ദം, തലവേദന എന്നിവ അകറ്റാൻ വളരെ വിശേഷപ്പെട്ടതാണ് എന്ന് വേണം പറയാൻ. ആരോഗ്യത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഈ പറഞ്ഞതുപോലെ തേനിൽ ചേർത്തിട്ടുള്ള വെളുത്തുള്ളിയോ അല്ലെങ്കിൽ പാലിൽ ചേർത്ത് കഴിക്കുന്ന വെളുത്തുള്ളിയോ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലെ അണുനാശന ശക്തി പറഞ്ഞതുപോലെ തന്നെ, അതുകൊണ്ട് തന്നെ നമുക്ക് മുഖക്കുരു ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ തടയാൻ ഇത് വളരെ നല്ലതാണ്. സ്കിന്നിന് നല്ലൊരു യുവത്വം നൽകാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ മുഖക്കുരു മാറ്റുന്നതിലും തന്നെ വൈറ്റമിൻ സി, കെ ഇത്തരം വൈറ്റമിനുകളും അതുപോലെ സിങ്കും പൊട്ടാസ്യം മഗ്നീഷ്യം ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് ചർമ്മത്തിൻ്റെ ആരോഗ്യം നല്ല തിളക്കമുള്ളതാക്കി നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. ചർമ്മ സംരക്ഷണത്തിന് വെളുത്തുള്ളി ഉപയോഗിക്കുന്നത് വളരെ എളുപ്പവും സ്വാഭാവികവുമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഉള്ളിലേക്ക് എടുക്കുന്ന കാര്യമാണ് ഏറെ നല്ലത്. പുറത്തേക്ക് ഉപയോഗിക്കുമ്പോൾ പച്ചക്കൊക്കെ ഉപയോഗിച്ച് ചിലർക്ക് പൊള്ളൽ പോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഇനി ഇതിൽ ആൻറ്റി ബാക്ടീരിയ ഒരു ആക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രകൃതിദത്ത പരിഹാരമാണ് മുഖക്കുരുവിന്. ഇതിൽ അലിസിൻ, സൾഫർ സംയുക്തങ്ങൾ പിന്നെ മുഖക്കുരു പൊട്ടിപ്പുറപ്പെടുന്നതിന് കാരണമായിട്ടുള്ള ബാക്ടീരിയയെ കൊല്ലാൻ സഹായിക്കുന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ആ ഒരു വീക്കും ചുവപ്പും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി അല്ലി ഒന്ന് ചതച്ചെടുത്തിട്ട് അല്പം വെളിച്ചെണ്ണയിലൊക്കെ നമ്മൾ കാച്ചി വെച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഇട്ട് വെച്ചിട്ട് പിന്നീട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ആ ഒരു ഓയിൽ മസാജ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതും ഇതുപോലുള്ള അണുബാധയൊക്കെ തടയാൻ വളരെയധികം സഹായകരമായിട്ടുള്ളതാണ്. പിന്നെ അത് തേനിൽ മിക്സ് ചെയ്തിട്ടും ചില സ്കിൻ ടൈപ്പിന് അത്തരം പിമ്പിൾസ് വരുന്ന ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്താൽ മാറ്റം വരാറുണ്ട്. പക്ഷേ എങ്കിലും സ്കിന്നിനെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ഓരോ സ്കിൻ ടൈപ്പും വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള അപ്ലിക്കേഷൻ അത്ര തന്നെ നല്ലതല്ല. ചർമ്മസുഷിരങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സമാണ് ബ്ലാക്ക് ഹെഡ്സിന് കാരണമാകുന്നത്. ഇത് ചർമ്മത്തിലെ പലയിടത്തിലും നമുക്ക് കാണാൻ പറ്റും. എണ്ണമയം കൂടുന്നതിനനുസരിച്ച് ബ്ലാക്ക് ഹെഡ്സും വർദ്ധിച്ചു വരും. ഇത് കുറയ്ക്കാൻ വെളുത്തുള്ളിയും തക്കാളിയും കൂടെ ഉടച്ച് ഒരു പേസ്റ്റ് ആക്കിയിട്ടൊക്കെ ഒരു 5-10 മിനിറ്റൊക്കെ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയുന്ന രീതിയുണ്ട്. അതുപോലെ വെളുത്തുള്ളിയിലെ അലിസിൻ എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് അകാല വാർദ്ധക്യ ലക്ഷണമായ ചുളിവുകൾ കുറയ്ക്കാൻ നല്ലതാണ്. ചർമ്മത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇതിന് ഒക്കെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള
പാലിൽ തിളപ്പിച്ച് കുടിക്കുന്നതോ തേൻ വെളുത്തുള്ളി കഴിക്കുന്നതോ നല്ലതാണ്. ഇനി ഇത് അച്ചാർ ചേർത്ത് കഴിക്കുന്നവരായിട്ടുണ്ട്. അങ്ങനെയുള്ളത് നമ്മൾ കൂടുതൽ സ്പൈസ് ലെവലൊക്കെ ചേർത്തുണ്ടാക്കുന്ന സമയത്ത് അത് അത്ര തന്നെ ഗുണകരമായിട്ട് ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വെളുത്തുള്ളി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാടേറെ ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളുണ്ട് കേട്ടോ. നിസ്സാരമായി കാണണ്ട. വെളുത്തുള്ളി നമുക്ക് ഭക്ഷണത്തിൽ രുചി കൂട്ടുന്നൊന്നും മാത്രമല്ലെന്ന് മനസ്സിലായില്ലേ? അപ്പം എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാലും മറ്റുള്ളവർക്കും കൂടെ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ നിസ്സാരമായി നമ്മൾ കാണുന്നതാണെങ്കിലും അതിൻ്റെ ഗുണങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.